Good morning everyone. Today we are discussed about the topic residual income. It is another method of measurement of performance of a division. പെർഫോമൻസ് മെഷർമെൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു. സെക്കൻഡ് വരുന്ന മെത്തേഡാണ് റെസിജ്വൽ ഇൻകം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് ഡിസാറ്റിസ്ഫാക്ടറി കോൺസിക്വൻസസ് ഉണ്ട്, അതായത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഓവർകം ചെയ്യാൻ യൂസ്ഫുൾ ആണ് റെസിജ്വൽ ഇൻകം, ദാറ്റ് ഈസ് RI. എന്താണ് റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ? എന്താണ് റെസിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റെസിജ്വൽ മീൻസ് റിമൈനിങ് ആഫ്റ്റർ മോസ്റ്റ് ഓർ സംതിങ് ഹാസ് ഗോൺ. അതായത് എല്ലാം പോയി കഴിഞ്ഞിട്ട് അവസാനം വരുന്നത്, അതായത് ആ റിമൈനിങ്ങിനെയാണ് റെസിജ്വൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Residual income is the excess of income from operations over a minimum desired income from operations. Minimum desired income from ഓപ്പറേഷൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. സോ റെസിജ്വൽ ഇൻകം ഈസ് ദി എക്സസ് ഓഫ് ഇൻകം. ഈ മിനിമം ഡിസയേർഡ് ഇൻകം ഫ്രം ഓപ്പറേഷൻസ് അഥവാ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, ഇത് ഫിക്സ് ചെയ്യുന്നത് ആ കമ്പനിയിലെ ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. റെസിജ്വൽ ഇൻകം ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് ദി ഡിസയേർഡ് മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഈ മിനിമം റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ മുകളിൽ ഏൺ ചെയ്യുന്ന ഇൻകമാണ് റെസിജ്വൽ ഇൻകം. സോ റെസിജ്വൽ ഇൻകം ഓട്ടോമാറ്റിക്കലി റെപ്രസെൻറ്റ് സർപ്ലസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം റെസിജ്വൽ ഇൻകത്തിനെ. ഇനി ഈ റെസിജ്വൽ ഇൻകം കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം. റെസിജ്വൽ ഇൻകം കാണാനുള്ള ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു ഡിസയേർഡ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ, or net operating income minus average operating asset into minimum required rate of return. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് റെസിജ്വൽ ഇൻകം കാണാനുള്ളത്. സിമ്പിളായിട്ട് ഇതിനെ വേറൊരു ഇക്വേഷൻ ആക്കിക്കൂടെ? എങ്ങനെ? കൺട്രോളബിൾ കോൺട്രിബ്യൂഷൻ, CC, കൺട്രോളബിൾ കോൺട്രിബ്യൂഷൻ മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഈ ഇക്വേഷൻ എന്താണ്? റെസിജ്വൽ ഇൻകം കാണാൻ യൂസ് ചെയ്യുക. കാരണം ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. സോ ഇതിന് മുകളിൽ വരുന്ന ഏൺ ചെയ്യുന്ന ഇൻകത്തിനെയാണ് റെസിജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ റെസിജ്വൽ ഇൻകം നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് റെസിജ്വൽ ഇൻകം കാണാം. ഇനി ഇഫ് റെസിജ്വൽ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ 0, ദാൻ ദി ഡിവിഷൻ ഈസ് ഏർണിംഗ് മോർ ദാൻ ദി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. റെസിജ്വൽ ഇൻകം 0നേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഡിവിഷൻ, അതായത് ആ കമ്പനി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും ഏൺ ചെയ്യുന്നുണ്ടെന്ന്. ഇനി ഇഫ് ദ റെസിജ്വൽ ഇൻകം ഈസ് ലെസ് ദാൻ 0, ദെൻ ദി ഡിവിഷൻ ഈസ് ഏർണിംഗ് ലെസ് ദാൻ ദി മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി 0നേക്കാളും കുറവാണ് റെസിജ്വൽ ഇൻകം എന്നുണ്ടെങ്കിൽ ആ കമ്പനി അല്ലെങ്കിൽ ആ ഡിവിഷൻ ഏൺ ചെയ്യുന്നത് മിനിമം റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേണിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ റെസിജ്വൽ ഇൻകം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്താണ് റെസിജ്വൽ ഇൻകത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് എക്സ്പ്രസ് ദ ഇൻകം ഇൻ അബ്സല്യൂട്ട് വാല്യൂ റേദർ ദാൻ എ പെർസെൻറ്റേജ് വാല്യൂ. അതായത് നമ്മുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുന്നത് പെർസെൻറ്റേജ് വാല്യൂവിലാണ്, പക്ഷേ റെസിജ്വൽ ഇൻകം എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു അബ്സല്യൂട്ട് വാല്യൂവിലാണ് റെസിജ്വൽ ഇൻകം റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് എന്താ? ഇറ്റ് കൺസിഡേഴ്സ് ബോത്ത് ദി മിനിമം ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് ദി ടോട്ടൽ ഇൻകം ഏൺ ഫ്രം ഓപ്പറേഷൻസ്. മിനിമം ഡിസയേർഡ് റേറ്റ് ഓഫ് റിട്ടേണിനെയും ടോട്ടൽ ഇൻകത്തിനെയും ഈ റെസിജ്വൽ ഇൻകത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഈ രണ്ട് ഫാക്ടേഴ്സും വേണം റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. സോ ഈ ബോത്ത് ഓഫ് ദി ഫാക്ടേഴ്സ് ആർ കൺസിഡേർഡ് ഇൻ റെസിജ്വൽ ഇൻകം. തേർഡ് മെറിറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് എൻകറേജസ് മാനേജേഴ്സ് ടു മാക്സിമൈസ് ഇൻകം ഫ്രം ഓപ്പറേഷൻ ഇൻ എക്സസ് ഓഫ് ദി മിനിമം. മാനേജേഴ്സിനെയൊക്കെ മാക്സിമം ഇൻകം ഏൺ ചെയ്യാൻ എൻകറേജ് ചെയ്യും. കാരണം
ഈ റെസിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സസ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ മാനേജേഴ്സിനെ എൻകറേജ് ചെയ്യാണ് മാക്സിമം ഇൻകം ഏൺ ചെയ്യാൻ. കാരണം അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, കൂടുതൽ ഏത് പ്രൊജക്റ്റാണ്, ഏത് ഇൻസെൻറ്റീവ്സ് ലഭിക്കും, അതായത് ഏത് പ്രൊജക്റ്റാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും. അതായത് ഏത് പ്രൊജക്റ്റാണ് മിനിമം റേറ്റിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യുന്നത് അത് മനസ്സിലാക്കാൻ ഈ റെസിജ്വൽ ഇൻകം മെത്തേഡിലൂടെ കഴിയും. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യും, അവർ എൻകറേജ് ചെയ്യപ്പെടും ഈ ഇൻകം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഇറ്റ് അലൗസ് ഡിഫറെൻറ്റ് റേറ്റ്സ് ഓഫ് റിട്ടേൺ ഫോർ ഡിഫറെൻറ്റ് ഡിവിഷൻസ്. റെസിജ്വൽ ഇൻകം ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് അപ്ലൈ ചെയ്യുക ഡിഫറെൻറ്റ് ഡിവിഷൻസിൽ. കാരണം എല്ലാ കമ്പനീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഒരേ ഇതായിരിക്കില്ല. അപ്പോൾ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് ഈ റെസിജ്വൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ടേക്കൺ ബൈ ഡിഫറെൻറ്റ് ഡിവിഷൻസ് ആർ കമ്പാഷബിൾ വിത്ത് ദി ഓവറോൾ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്ര അഡ്വാൻറ്റേജസ് ആണ് റെസിജ്വൽ ഇൻകത്തിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് റെസിജ്വൽ ഇൻകം അപ്രോച്ച് നോക്കാം. ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി, സോ ദി ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മേ ഡിഫർ. ഇതൊരു അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഓരോ ഡിവിഷൻസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ കമ്പാരിസൺ ചെയ്യില്ലേ നമ്മൾ, ഓരോ ഡിവിഷൻസ് തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിസൺ ചെയ്യുമ്പോൾ അതെന്താണ്, ഡിഫിക്കൾട്ടാണ്. കാരണം ഇവിടെ ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഡിവിഷൻസ് കമ്പയർ ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒരു ഡിഫിക്കൾട്ടായ കാര്യമാണ് റെസിജ്വൽ ഇൻകത്തിൽ. നെക്സ്റ്റ് ലിമിറ്റേഷൻ, ഇറ്റ് ക്യാൻ എൻകറേജ് എ ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ. ഇത് ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ ആണ്, ലോങ് റൺ ഓറിയൻറ്റേഷൻ അല്ല, ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ ആണ്. നെക്സ്റ്റ്, ദി കൺസെപ്റ്റ് നോട്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ നോട്ട് ഓപ്പറേറ്റിംഗ് അല്ല, നെറ്റ് ഓപ്പറേറ്റിംഗ് ആണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആർ നോട്ട് ക്ലിയർലി ഡിഫൈൻഡ്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെൻറ്റും ഒന്നും ഇതിൽ ആ ഒരു കൺസെപ്റ്റ് ഇതിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല ഈ ഒരു റെസിജ്വൽ ഇൻകം അപ്രോച്ചിൽ. നെക്സ്റ്റ്, പ്രോബ്ലം മേ അറൈസ് വിത്ത് റിഗാർഡ് ടു ദ ചോയ്സ് ഓഫ് ആൻ അപ്രോപ്രിയേറ്റ് മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. ഒരു അപ്രോപ്രിയേറ്റ് മിനിമം റേറ്റ് ഓഫ് റിട്ടേണിൻ്റെ മുകളിൽ എന്ത് ചെയ്യും, ആ ഒരു ചോയ്സിൽ പ്രോബ്ലംസ് ഒക്കെ അറൈസ് ചെയ്യാം. Potential investment proposal may be rejected due to dissatisfactory residual income in the initial year. ഇനീഷ്യൽ ഇയറിൽ ഉള്ള പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽസ് ഒക്കെ എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യപ്പെടാം ഒരു റെസിജ്വൽ ഇൻകത്തിൻ്റെ ഡിസഡ്വാൻറ്റേജ് മൂലം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ലിമിറ്റേഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ROI ആൻഡ് RI നോക്കാം. അതായത് റെസിജ്വൽ ഇൻകവും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട്. എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. രണ്ട് അപ്രോച്ചസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെയോ ബോത്ത് ക്യാൻ എൻകറേജ് എ ഷോർട്ട് റൺ ഓറിയൻറ്റേഷൻ, രണ്ടും ഷോർട്ട് റൺ ഓറിയൻറ്റേഷനിൽ വരുന്നതാണ്. ഇനി ഡിഫറൻസസ് ബിറ്റ്വീൻ, അതായത് ഡിസിമിലാരിറ്റീസ് നോക്കാം. ഈ ROIൻ്റെയും RIൻ്റെയും ഡിസിമിലാരിറ്റീസ് നോക്കാം. ഫസ്റ്റ് ഇവിടെ പറയുന്നത് ROIൻ്റെ ആണ്, ഇത് RIൻ്റെ ആണ്. അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റെസിജ്വൽ ഇൻകം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പേഴ്സൻറ്റേജ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പേഴ്സൻറ്റേജ് മെഷർ. പക്ഷേ റെസിജ്വൽ ഇൻകമോ, ഇറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട് മെഷറാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകർ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ റെസിജ്വൽ ഇൻകത്തിൽ ഓവർ ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ്, ഇറ്റ് ഈസ് ബെറ്റർ സ്യൂട്ടഡ് ആസ് കമ്പാരറ്റീവ് മെഷർ. നമ്മൾ RIയിൽ ഒരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞു, കമ്പാരിസൺ, അതായത് രണ്ട് ഡിവിഷൻസ് തമ്മിലുള്ള കമ്പാരിസൺസ് റിസ്ക്കിയാണ് RI അപ്രോച്ചിൽ. പക്ഷേ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ അതൊരു ഇൻഡിപെൻഡൻറ്റ് ഓഫ് സൈസ് ആയതുകൊണ്ട് തന്നെ കമ്പാരറ്റീവ് മെഷറിന് സ്യൂട്ടബിൾ ആണ് ROI. പക്ഷേ സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റ് സെൻറ്ററാണ് ഇവിടെ RI
യൂസ്ഫുൾ ആയിട്ടുള്ളത്. കാരണം ഇവിടെ ഒരു കമ്പാരിറ്റീവ് മെഷർ എന്നുള്ളത് റിസ്കി പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ROI ആൻഡ് RI. അപ്പോൾ എന്താണ് റെസിജ്വൽ ഇൻകം എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെസിജ്വൽ ഇൻകം ഈസ് ദി എക്സസ് ഓഫ് ഇൻകം ഫ്രം ഓപ്പറേഷൻസ് ഓവർ എ മിനിമം ഡിസയേർഡ് ഇൻകം ഫ്രം ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. റെസിജ്വൽ ഇൻകം എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു, ഡിമെറിറ്റ്സ് പറഞ്ഞു, സിമിലാരിറ്റീസ് പറഞ്ഞു, ഡിസിമിലാരിറ്റീസ് പറഞ്ഞു. അപ്പോൾ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.